അങ്കമാലിയിൽ ജാസ്ലിയ എന്ന 19-കാരിയുടെ മരണത്തിനിടയാക്കിയ അപകടം നടന്ന് 4 ദിവസം പിന്നിട്ടിട്ടും പ്രതിയെ പിടികൂടാനാവാതെ പോലീസ്. പ്രതി ഡോക്ടർ സിറിയക് ഒളിവിലാണെന്നാണ് പോലീസ് ഭാഷ്യം. എന്നാൽ ഡോക്ടർ സിറിയക് കൊച്ചിയിൽ തന്നെയുണ്ടെന്നും പോലീസ് ഒത്തുകളിക്കുകയാണെന്നുമുള്ള സംശയം ബലപ്പെട്ടു. ഇയാൾ ഒളിവിൽ കഴിയുന്നത് കൊച്ചിയിലാണെന്ന വിവരം ബിഗ് ടിവിക്ക് ലഭിച്ചു. അതിനിടെ ജാസ്ലിയയ്ക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് സഹപാഠികളും അധ്യാപകരും അങ്കമാലി പോലീസ് സ്റ്റേഷൻ വളഞ്ഞു. ജാസ്ലിയയുടെ അധ്യാപിക നേരത്തെ നടത്തിയ പ്രതികരണം ഒരിക്കൽ കൂടി കേൾക്കാം. ആക്സിഡന്റ് ഉണ്ടായി അന്ന് ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വേറൊരു മത്സരം ഉണ്ടായിരുന്നു. സിസ്റ്റർ പറഞ്ഞത് അവളോട് അലുവലിക്ക് വരാനായിട്ട്, അന്ന് പോകുന്നില്ലെങ്കിൽ ഡൊമിനോസിലെ ജോലി പോകുന്നു പറഞ്ഞിട്ടാണ് കൊച്ചു ജോലിക്ക് പോയത്. തിരിച്ച് ഞങ്ങൾ വന്നപ്പോ സിസ്റ്റർ വിളിച്ചു പറഞ്ഞു ജാസ്ലിയ LF-ലാണ്, പെട്ടെന്ന് ക്രിറ്റിക്കലാണ്, വേഗം വരാൻ പറഞ്ഞു. ഞാൻ ചെന്ന് വിളിച്ചു നോക്കി. അവളെ ഞാൻ വിചാരിച്ചു അവള് പേടിച്ചതായിരിക്കും വണ്ടി ഇടിച്ചതിന് വെച്ചിട്ടത്. നിങ്ങൾ തന്നെ അത് നോക്ക്. ആ വളവിൻ്റെ അവിടെ ആർക്കെങ്കിലും ജീവൻ കൈ പിടിച്ച് നടക്കാൻ പറ്റുമോ? അവള് സൈഡിൽ കൂടെ അല്ലേ നടന്നു തന്നെ. എത്ര സ്പീഡിലാ കാറ് പറഞ്ഞത് നോക്ക്. ഞങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ബാക്കിലേക്ക് തിരിഞ്ഞ് നടക്കുക. കാരണം എപ്പോഴും ഒരു വണ്ടി വന്ന് ഇടിക്കണേന്ന് അറിയില്ല. ഞാനിവിടെ വന്ന വർഷം മുതൽ ഈ കോളേജിന്റെ മതിലെല്ലാം വണ്ടി ഇടിച്ച് ചിലപ്പോൾ വണ്ടിയൊക്കെ മലർന്നിങ്ങനെ കിടക്കണ്ടാവും. ഇപ്പൊ ഞങ്ങളുടെ ജാസ്ലിയ പോയി. ഇനി ഞങ്ങളുടെ ആർക്കും ഒന്നും പറ്റാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുക. എത്ര കുട്ടികളെ ഇവിടെ നടക്കണേന്നറിയോ? പ്രതിഷേധത്തിന് പിന്നാലെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ഡോക്ടർ സിറിയക്കിനെതിരെ കേസെടുത്തെന്ന് അങ്കമാലി SHO A രമേശ് പറഞ്ഞു. CCTV ഉണ്ട്, പലതും വർക്ക് ചെയ്യുന്നില്ല, പിന്നെ പലതും റോഡിലേക്ക് വ്യൂ ഇല്ല. അതാണ് ഒരു പ്രധാന വിഷയം. പിന്നെ ക്വാളിറ്റിയുടെ ഒരു വിഷയമുണ്ട്. രാത്രി ആയതുകൊണ്ട് വിസിബിലിറ്റിയിലുള്ള വിഷയമാണ് പലപ്പോഴും നമ്മൾ ഈ വണ്ടി ലൊക്കേറ്റ് ചെയ്യും. പിന്നെ വണ്ടി ഒരു ഡാർക്ക് കളർ വാഹനം കൂടെ ആയതുകൊണ്ടാണ്.